ബ്രേക്ക്ഫാസ്റ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മീൽ ഓഫ് ദി ഡേ എന്ന് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. ഇതിൻ്റെ പിന്നിലെ കഥയാണ് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ കാലഘട്ടത്ത് അമേരിക്കയിൽ കെല്ലോഗ്സ് എന്ന കമ്പനി, നമുക്കറിയാം കെല്ലോഗ്സിനെ പറ്റി. കെല്ലോഗ്സ് എന്ന കമ്പനിക്ക് ഒരു വലിയ പ്രശ്നം നേരിട്ടു. ഇതൊരു സീരിയൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കമ്പനിയാണ്. ഈ കമ്പനിക്ക് സീരിയൽ കഴിക്കാൻ ആളുണ്ടായി. അതായത് ബ്രേക്ക്ഫാസ്റ്റ് സാധാരണ ആ കാലത്ത് അമേരിക്കൻസ് കഴിക്കാണ്ടായില്ല, ഒരു കോഫി മാത്രമേ കഴിക്കുള്ളായിരുന്നു. അപ്പോൾ ഈ അമേരിക്കക്കാരെ കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിപ്പിക്കുക എന്നുള്ളത് ഈ കമ്പനിയുടെ ആവശ്യമായിട്ട് മാറി. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഷുഡ് ബി എസെൻഷ്യൽ തിങ് എന്ന് മറ്റുള്ളവർ ബോധിപ്പിക്കാൻ വേണ്ടി ഇവർ ഡോക്ടേഴ്സിൻ്റെ അടുത്തും സ്കൂളിലും ഒക്കെ പറഞ്ഞു, നിങ്ങളിങ്ങനെ പറയണമെന്ന് പറഞ്ഞ് കാശ് കൊടുത്ത് ഏൽപ്പിച്ചു. അപ്പോൾ എല്ലാ ഡോക്ടേഴ്സും വരുമ്പോൾ പറയും, നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കാൻ പാടില്ല, ബ്രേക്ക്ഫാസ്റ്റ് വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ദ മീലാണ്, അത് കഴിച്ചേ പറ്റൂ. കാരണം ഫാസ്റ്റിംഗ് കഴിഞ്ഞിട്ടാണ്, നമ്മൾ രാത്രി ഉറങ്ങുകയാണല്ലോ, അപ്പോൾ കഴിക്കുന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ എണീക്കുമ്പോൾ തന്നെ കഴിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് ഡോക്ടർമാർ വഴിക്ക് പറഞ്ഞു, സ്കൂളിൽ ടീച്ചർമാർ വഴിക്ക് പറഞ്ഞു, പിന്നെ അഡ്വർടൈസ്മെൻറ്റ് വഴിക്ക് പറഞ്ഞു, പിന്നെ സിനിമ വഴിക്ക് പറഞ്ഞു. അങ്ങനെ പല രീതിയിൽ അങ്ങനെ പറഞ്ഞ് ഇതൊരു ട്രെൻഡാക്കി മാറ്റി. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഈസ് എ ഇമ്പോർട്ടൻറ്റ് മീൽ ഓഫ് ദി ഡേ എന്നുള്ളത് നമ്മുടെ തലയിലേക്ക് അറിയാണ്ട് വന്ന് കയറ്റി. അതൊരു 3 തലമുറയോളം നിന്നു ഇങ്ങനെ. അതിന് ശരിക്കും സയൻറ്റിഫിക് ആയിട്ടൊരു ബേസും ഇല്ല. ശരിക്കും അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിർബന്ധമൊന്നുമില്ല. അത് പറയുകയാണെങ്കിൽ 1700 മുമ്പ്, അതായത് 12-ാം നൂറ്റാണ്ടിന് മുമ്പ് സാധാരണ മനുഷ്യർ 2 പ്രാവശ്യമൊക്കെ കഴിക്കണമല്ലോ. മീൽസൊക്കെ 2 തവണയുള്ളൂ. ആ ദിവസത്തിൽ 2 നേരം ആഹാരം കഴിക്കുന്ന ആൾക്കാരായിരുന്നു. പിന്നെ 19-ാം നൂറ്റാണ്ടായപ്പോൾ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വന്നു. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് ഫാക്ടറിയിൽ പണിയെടുക്കേണ്ട ആവശ്യം വന്ന കാരണം ഫാക്ടറിയിൽ ആ ഇൻ്റർവെല്ലിൽ വെച്ചിട്ട്, അതായത് രാവിലെ ഭക്ഷണം കഴിച്ചിട്ട് പോവുക, പണിയെടുക്കുമ്പോഴത്തേക്ക് ഭക്ഷണം കഴിക്കുക, അത് ബ്രേക്ക്ഫാസ്റ്റായിട്ട് മാറി. പിന്നെ കുറച്ച് പണി എടുത്ത് കഴിഞ്ഞിട്ട് കുറച്ച് ഭക്ഷണം കഴിക്കുക, അത് ലഞ്ചായിട്ട് മാറി. പിന്നെ പണിയെല്ലാം കഴിഞ്ഞിട്ട് കിടക്കാൻ നേരത്തെ മുമ്പ് ഒരു ഭക്ഷണം കഴിക്കുക, അത് ഡിന്നറായിട്ട് മാറി. ഇങ്ങനെ 3 സിസ്റ്റം അങ്ങനെ വന്നതാണ്. ശരിക്കും സയൻറ്റിഫിക്കലി ഇതിന് യാതൊരു ഒരു ബേസും ഇല്ല. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് കഴിക്കുക, നമ്മുടെ എനർജി ലെവലിനും നമ്മുടെ ന്യൂട്രീഷൻ ലെവലിനും നമ്മുടെ ആ ഒരു എനർജി മേക്കിംഗ് ഹോർമോൺ ഉണ്ട്, അതിന് ഇങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനെ വേണമെന്നൊന്നുമില്ല. അത് നമുക്ക് വിശക്കുമ്പോൾ കഴിക്കുക എന്നുള്ളേ ഉള്ളൂ. ചില ആൾക്കാർ 3 നേരമായിരിക്കും, ചിലർ 2 നേരമായിരിക്കാം, ചിലർ 5 നേരമായിരിക്കാം, കുറച്ചായിട്ട് കഴിക്കുക. അപ്പോൾ ഇതിൽ ഏതാണ് നല്ലതെന്ന് അങ്ങനെ പ്രത്യേകിച്ച് സയൻറ്റിഫിക്കായിട്ട് പറയാൻ പറ്റില്ല. എല്ലാം നല്ലത് തന്നെയാണ്. കഴിക്കുക എന്നുള്ളതാണ് മെയിൻ കാര്യം. ഫാസ്റ്റിംഗ് വലിയ കാര്യമൊന്നുമില്ല. നമുക്ക് ബോഡിക്ക് എപ്പോഴും സെല്ലിന് നമുക്ക് എനർജി പ്രൊഡക്ഷൻ ആവശ്യമുണ്ട്. എനർജിക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചേ പറ്റൂ. അപ്പോൾ സയൻസിൽ തിങ്കിക്കുമ്പോൾ നമുക്ക് എപ്പോഴും സംഭവം വേണം. പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് ഈസ് നോട്ട് ആൻ എസെൻഷ്യൽ മീൽ ഓഫ് ദ ഡേ, ഇറ്റ്സ് നോട്ട് ആൻ ഇമ്പോർട്ടൻറ്റ് മീൽ ഓഫ് ദ ഡേ എന്ന് പറയേണ്ടി വരും. കാരണം നമുക്ക് വിശക്കുമ്പോൾ കഴിക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള സത്യം. ഇതുണ്ടാക്കിയത് 3 ജനറേഷനായിട്ട് നമ്മുടെ അപ്പനപ്പന്മാരായിട്ട് ഇങ്ങനെ പറയാനാണ്. കാരണം അവരെ കൊണ്ട് അവർ പോലും അറിയാണ്ട് പറയിച്ചതാണ് ഡോക്ടേഴ്സ് വഴിക്കെല്ലാം. അപ്പോൾ അങ്ങനെ ഒരു സംഭവം, അതും ഒരു മാനുഫാക്ചറിങ് കമ്പനി, അതായത് സീരിയൽ മാനുഫാക്ചറിങ് കമ്പനിയാണ് അവരിതിൻ്റെ തുടക്കം കുറിച്ചത് എന്ന് പറയുമായിരുന്നു. അപ്പോൾ അത് ഇപ്പോഴും നമ്മുടെ കേരളത്തിലായാലും ഇന്ത്യയിലായാലും ലോകത്ത് എവിടെയും ഇതൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷെ ഭക്ഷണം കഴിക്കണം നമുക്ക് വിശക്കുമ്പോൾ. അതാണ് മെയിൻ കാര്യം.